നമസ്കാരം. കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ പാകിസ്ഥാന് കനത്ത പ്രഹരമേൽപ്പിച്ച പ്രദേശമായിരുന്നു നൂർഖാൻ വ്യോമതാവളം. ആദ്യം കുറേ നുണകൾ പറഞ്ഞെങ്കിലും പാകിസ്ഥാൻ ഒടുവിൽ അത് സമ്മതിക്കേണ്ടതായും വന്നു. പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു പ്രധാന കേന്ദ്രമാണ് നൂർഖാൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ആക്രമിച്ച 11 വ്യോമതാവളങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടാണ് സൂചന. ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ സംഘർഷമുണ്ടായാൽ പ്രതിരോധിക്കുന്നതിനായിട്ടുള്ള മുൻകരുതലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ വ്യോമതാവളങ്ങളിലൊന്നാണ് റാവൽപിണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യോമതാവളം. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഏകദേശം ഒരു വർഷമായിട്ടും അറ്റകുറ്റപ്പണികൾ തുടരുന്നത് അന്ന് അവിടെ എത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ജിയോ ഇൻ്റലിജൻസ് വിദഗ്ധനായ ഡാമിയൻ സൈമൺ പങ്കുവച്ച ഉപഗ്രഹ ചിത്രങ്ങൾ വ്യോമതാവളത്തിലുടനീളം പുതിയ ഹാങ്ങറുകൾ നിർമ്മിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് വെറും ഒരു സാധാരണ നിർമ്മാണ പ്രവർത്തനമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം ഹാങ്ങറുകൾ പാക് വ്യോമസേനയുടെ വിമാനങ്ങൾക്ക് സംരക്ഷണം നൽകുമെങ്കിലും ശത്രുക്കൾ പ്രത്യേകിച്ച് ഇന്ത്യ നടത്തുന്ന നിരീക്ഷണം പരിമിതപ്പെടുത്തുക എന്നതാണ് യഥാർത്ഥ ലക്ഷ്യമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഒരിക്കൽ പാമ്പ് കടിയേറ്റവൻ മരത്തടിയും പേടിക്കുമെന്ന അവസ്ഥയിലാണ് ചുരുക്കത്തിൽ പാകിസ്ഥാൻ. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ എത്രത്തോളം സുരക്ഷിതമല്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്ത്യ യാതൊരു തടസ്സവുമില്ലാതെ പാകിസ്ഥാന്റെ 11 പ്രധാന സൈനിക താവളങ്ങളെയാണ് അന്ന് തകർത്തത്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് വെറും 25 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൂർഖാൻ വ്യോമതാവളത്തിന് ഏറ്റ പ്രഹരം പാകിസ്ഥാന്റെ നട്ടലൊടിച്ചു. 3 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ഒടുവിൽ പാകിസ്ഥാന് ഇന്ത്യയോട് വെടിനിർത്തലായി അഭ്യർത്ഥിക്കേണ്ടതായും വന്നു. കാരണം നൂർഖാൻ വെറും ഒരു സൈനിക താവളമല്ല. സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനൊപ്പം വിദേശ നയതന്ത്ര പ്രതിനിധികൾ എത്തുന്ന അതീവ സുരക്ഷാ പ്രവേശന കവാടം കൂടിയാണിത്. കൂടാതെ പാക് സായുധ സേനയുടെ പ്രധാന ലോജിസ്റ്റിക്കൽ കേന്ദ്രം കൂടിയാണ് ഈ വ്യോമതാവളം. ഏറ്റവും പ്രധാനമായി പാകിസ്ഥാന്റെ ആണവ ആയുധങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതുമാണ്. പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലുള്ള ശത്രു താവളങ്ങളെ പോലും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താനും കൃത്യമായി ലക്ഷ്യം വെക്കാനുമുള്ള ഇന്ത്യയുടെ കഴിവ് അന്ന് ലോകത്തിന് ബോധ്യമായി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നുമുള്ള പാഠങ്ങളും വ്യക്തമായിരുന്നു. ഇന്ത്യയുടെ ഈ ശേഷി തുറസായ സ്ഥലങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന പാക് വിമാനങ്ങളെ കൂടുതൽ അപകടത്തിലാക്കുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഭാവിയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ ഇവ എളുപ്പത്തിൽ കണ്ടെത്താനും തകർക്കാനും സാധിക്കുമെന്നും അവർ പഠിച്ചു. ഡ്രോൺ യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ ഇറാൻ സംഘർഷം വെളിപ്പെടുത്തിയെന്നും സ്വാൻ ഡ്രോണുകളുടെ കാലഘട്ടത്തിൽ ആരും തുറസായ സ്ഥലങ്ങളിൽ ഒന്നും പാർക്ക് ചെയ്യില്ലെന്നും പ്രതിരോധ വിദഗ്ധൻ സന്ദീപ് ഉണ്ണിത്താൻ ഇന്ത്യ ടുഡേയോട് പ്രതികരിച്ചു. അതുകൊണ്ടാണ് ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് വിമാനങ്ങളെ സംരക്ഷിക്കാൻ കരുത്തുറ്റ ഹാങ്ങറുകൾ നിർമ്മിക്കാൻ പാകിസ്ഥാൻ തിടുക്കം കൂട്ടുന്നത്. ഇതിന് ഏറ്റവും മികച്ച സ്ഥലം ഇന്ത്യൻ ഡ്രോൺ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടം സംഭവിച്ച നൂർഖാൻ വ്യോമതാവളം തന്നെയാണ്. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ തന്നെ നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ ആക്രമണം നടത്തിയതായി സമ്മതിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ആക്രമണത്തിൽ ചില ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. 36 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് 80 ഡ്രോണുകളെങ്കിലും അവർ അയച്ചു എന്നാണ് അദ്ദേഹം പാകിസ്ഥാൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഇന്ത്യൻ ആക്രമണങ്ങൾ റൺവേയിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, ഓപ്പറേഷൻ റൂം ഹാങ്ങറുകൾ, ഇന്ധന ട്രക്കുകൾ, ഒരു IL-78 എയർ ടാങ്കർ എന്നിവയ്ക്കും കേടുപാടുകൾ വരുത്തിയിരുന്നു. ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ആഴ്ച നൂർഖാൻ വ്യോമതാവളത്തിൽ ഇറങ്ങിയതോടെ ഈ സൈനിക താവളം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു.